പൾസർ 180 ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ സെൽഫ് വർക്കിംഗ് ഇല്ല. ഈ കടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ കുഴപ്പമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യുന്ന ബൾബ് കൊടുക്കാം. മോട്ടറിന് അതുപോലെ മെയിൻ കണക്ഷൻ കണക്ഷനാണ് ഉള്ളത്. എല്ലാം റിലേയാണെന്നും പറയാകത്തില്ല, എല്ലാം മോട്ടറാണെന്ന് പറയാം. നമുക്ക് ചെക്ക് ചെയ്തിട്ട് കൺഫേം ആയിട്ട് പണി സെൽഫ് കണക്ഷൻ അടി അടി. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഫ്രഷ് പോയതാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാം. നമുക്ക് മോട്ടർ ഇളക്കുന്ന എങ്ങനെ നമുക്ക് കാണാം. അതിൻ്റെ ഓയിലും ചോർത്ത് വേണം. ഒരു ചോറ് നമ്മുടെ മേശിരിയാണ്. നട്ടെടുത്ത് മാറ്റി വെച്ചാൽ ഓയിൽ ബോട്ടിൽ മാറ്റിയാലേ. ഓയിൽ ബോട്ടിൽ വാഷനുണ്ടോ നോക്കാം. എനിക്ക് ഇത് നമുക്ക് ക്ലച്ച് കവർ നടക്കാം. ഇച്ചിരി ഇളക്കിയിട്ട് നമുക്ക് ഈ സ്റ്റാർട്ട് മോട്ടർ ഊരിയെടുക്കുക. ഈ വണ്ടിക്ക് നമുക്ക് ക്ലച്ച് കവർ ഇളക്കിയാൽ മാത്രമേ മോട്ടർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് യൂണിക്കോൺ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഈ സൈഡിലാണ് വരുന്നത്. നമുക്ക് 2 ബോൾട്ട് 10ൻ്റെ 2 ബോൾട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാം. സ്കൂട്ടറിൻ്റെ ഒക്കെ വേറെ സിസ്റ്റമാണ്. ഈ വണ്ടിയുടെ മാത്രം നമുക്ക് ക്ലച്ച് കവർ ഊരിയ ഓയിൽ ചോർത്തി മാറ്റി വെച്ചിട്ടുണ്ട്. ബോൾട്ടൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിടിച്ചെടുക്കാവോ. ഇവർക്ക് പ്രസ് ചെയ്യുക ചെറുതായിട്ടൊന്ന് പതുക്കെ ഊരെടുക്കുക. എന്നിട്ട് ചെറിയൊരു ബെയറിങ് വരും, അത് ഊരി മാറ്റുക. അത് ശ്രദ്ധിക്കണം. പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്നവർക്ക് നമുക്കിത് അറിഞ്ഞൂടാ. ഈ സ്പ്രിങ്ങൊക്കെ ഊരി വരുന്നതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ചിലതൊക്കെ ഊരി വരും. ഇതിനകത്ത് ലോക്കുണ്ട്. ഇതൊക്കെ ഊരി വരും. ഊരി വന്നാൽ നമുക്ക് എങ്ങനെ ഇടണമെന്ന് നമുക്ക് ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ പുതിയതായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിച്ചും കണ്ട് ഇളക്കുക. അപ്പോൾ നമുക്ക് ഇളക്കേണ്ടത് ഇതാണ്. ആ കവർ ഊരിയാൽ മാത്രം നമുക്കിത് ഫ്രീ ആയിട്ട് ഊരി വരും. ഒരു പാടുമില്ല. ആദ്യം തന്നെ നട്ട് ഞാൻ യൂസ് വെച്ചിട്ടുണ്ട്.
അതിനകത്ത് വെച്ച് ലൂസ് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഒരു പാടായിരിക്കും. ചിലത് ബോൾട്ട് നാളെ വരത്തില്ല, ഈ നട്ടൊക്കെ ദ്രവിച്ചിരിക്കും. മൂസറ്റോട് ഊരെടുത്ത് കൊണ്ടുപോയി ഇതോട് ചെയ്യും. ഇതാണ് നമുക്ക് പൾസർ 180 മോട്ടർ ഇളക്കുന്ന സിസ്റ്റം എങ്ങനെയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോയും കാണിക്കാം.